ഗ്രൂപ്പ് എഫിലെ ആദ്യ മത്സരത്തിൽ യൂറോപ്യൻ വൻ ശക്തികളായ നെതർലൻഡ്സിന് ഏഷ്യയുടെ അഭിമാനമായ ജപ്പാന്റെ സമനില കുരുക്ക്. അത്യന്തം വാശിയേറിയ പോരാട്ടത്തിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം മുന്നേറി. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിലാണ് മത്സരത്തിന് ഉണർവേകി നെതർലൻഡ്സ് ആദ്യ ഗോൾ നേടിയത്. 51 മിനിറ്റിൽ നായകൻ വിർജിൽ വാൻ ഡോക്ക് മനോഹരമായ ഹെഡറിലൂടെയാണ് ജപ്പാന്റെ ഗോൾ വല ആദ്യമായി കുലുക്കിയത്. ഉടൻ തന്നെ ജപ്പാന്റെ മറുപടി ഗോളുമെത്തി. 57 മിനിറ്റിൽ കെയ്റ്റോ നക്കാമുറയിലൂടെയായിരുന്നു മറുപടി. തകർപ്പനൊരു ടേണും 90 ഡിഗ്രി ആംഗിളിൽ വല്ലാത്തൊരു ഷോട്ടും നക്കാമുറ പുറത്തെടുത്തതോടെ സ്കോർ 1-1 എന്ന നിലയിൽ. 7 മിനിറ്റുകൾക്കു ശേഷം ഡച്ച് സംഘം ലീഡ് തിരിച്ചു പിടിക്കുന്നു. ക്രിസെൻസിയോ സമ്മർവില്ലയിലൂടെ രണ്ടാം ഗോൾ. ലീഡ് നേടിയതോടെ നെതർലൻഡ്സ് ജയിച്ചു കയറുമെന്ന് തോന്നിച്ചെടുത്ത ആവേശകരമായ ട്വിസ്റ്റ്. കോർണർ കിക്കിൽ നിന്നും ലഭിച്ച പന്തിൽ നിന്നും ജപ്പാന്റെ ഡാച്ചി കമാഡയുടെ തകർപ്പൻ ഹെഡറിലൂടെ നെതർലൻഡ്സിന്റെ ഗോൾ വല ജപ്പാൻ പിന്നെയും കുലുക്കി. സ്കോർ 2-2. പിന്നീട് വിജയ ഗോളിനായി ഇരു ടീമുകളും പൊരുതി നോക്കിയെങ്കിലും നിശ്ചിത സമയം വേഗം അവസാനിച്ചതോടെ ആവേശപ്പോര് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഇ മത്സരത്തിൽ പുതുമുഖങ്ങളായ കുറസോവയ്ക്കെതിരെ 1-7 ഗോളുകൾ നേടി കരുത്തരായ ജർമ്മനിയുടെ കരുത്തുറ്റ എൻട്രി. ഹ്യൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ജർമ്മനിയുടെ സമ്പൂർണ്ണ മേധാവിത്വം കണ്ടു. കന്നി ലോകകപ്പ് മത്സരം കളിക്കാനെത്തിയ കുഞ്ഞൻ രാജ്യത്തിന് ഒരിക്കലും മറക്കാനാകാത്ത ദുസ്വപ്നമാണ് ജർമ്മനി സമ്മാനിച്ചതെങ്കിലും ഒരൊറ്റ തിരിച്ചടിയിൽ ജർമ്മനിയെ അവർക്ക് ഞെട്ടിക്കാനുമായി. മത്സരം തുടങ്ങി 6 മിനിറ്റിനകം തന്നെ എതിരാളികളുടെ ഗോൾ വല കുലുക്കിയ ജർമ്മൻ പട പതിവ് ആക്രമണ ശൈലി തന്നെ പുറത്തെടുത്തു. ഒരു ദയാദാക്ഷിണ്യവുമില്ലാത്ത കനത്ത ഗോൾ വേട്ടയ്ക്കാണ് ഹ്യൂസ്റ്റൺ സ്റ്റേഡിയം സാക്ഷിയായത്. ജർമ്മൻ നിരയിൽ നിന്ന് ഫെലിക്സ് നെമേച്ചയാണ് ആദ്യം ഗോൾ നേടിയത്. 19 മിനിറ്റിലാണ് കുറസാവോയുടെ മുന്നേറ്റ നിരയ്ക്ക് ആദ്യമായി ജർമ്മൻ പോസ്റ്റിന് നേരെ ഒരു പ്രത്യാക്രമണം നടത്താനായത്. ജർമ്മൻ പ്രതിരോധത്തിലെ പാളിച്ചകളൊന്നും മുതലെടുത്ത് 21 മിനിറ്റിൽ ലിവാനോ കൊമനിൻസിയ ആശ്വാസ ഗോൾ നേടി. സമനിലയിലായ മത്സരത്തിന്റെ 38 മിനിറ്റിൽ നിക്കോ ഷ്ലോട്ടർ ബെക്കിലൂടെ ജർമ്മനി മത്സരത്തിൽ വീണ്ടും ലീഡ് തിരിച്ചു പിടിക്കുന്നു. കോർണർ കിക്ക് അവസരം മുതലെടുത്ത് ഷ്ലോട്ടർ ബെക്കിന് നടത്തിയ കിടിലനൊരു ഹെഡർ ഗോൾ വല തുളച്ചു. ഇഞ്ചുറി ടൈമിൽ കുറസാവോ ഡിഫൻഡർ ഫൗൾ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി ജർമ്മനിക്ക് അനുകൂലമായി റഫറി പെനാൽറ്റിയും വിധിച്ചു. കായ് ഹാവേർട്സ് കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചതോടെ സ്കോർ 3-1. രണ്ടാം പകുതി ആരംഭിച്ച് 2 മിനിറ്റിനകം ജർമ്മനി വീണ്ടും എതിർ ടീമിനെ വിറപ്പിച്ചു. ജമാൽ മുസിയാല കുറസോവൻ ഗോൾ വല കുലുക്കി. 66 മിനിറ്റിൽ കുറസോവ വീണ്ടും ജർമ്മൻ ഗോൾ പോസ്റ്റ് കുലുക്കിയെങ്കിലും റഫറി ഓഫ്സൈഡ് വിധിച്ചതോടെ ഗോൾ അസാധുവായി. പിന്നാലെ നദാനിയൽ ബ്രൗണിലൂടെ ജർമ്മനി സ്കോർ വീണ്ടും ഉയർത്തി. 78 മിനിറ്റിൽ ഡെനിസ് ഓൻഡേവ് ജർമ്മനിയുടെ സ്കോർ ഉയർത്തി. 88 മിനിറ്റിൽ കായ് ഹാവേർട്സിലൂടെ ജർമ്മനിക്ക് വീണ്ടും ഗോൾ. ഇതോടെ കുറസോവയുടെ പരാജയം സമ്പൂർണമായി. ഗ്രൂപ്പ് ഇയിലെ രണ്ടാം മത്സരത്തിൽ ഇക്വഡോറിനെ ഏകപക്ഷീയമായി 1 ഗോളിന് അട്ടിമറിച്ച് ഐവറി കോസ്റ്റ് വിജയികളായി.